കഴിഞ്ഞ തവണ ഇതേ വേദിയിൽ വെച്ച് റബ്ബറിന് 300 രൂപ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ കോലാഹലം സൃഷ്ടിച്ച് എന്റെ പ്രസ്താവന പിൻവലിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചതിന് നിങ്ങൾ സാക്ഷികളാണ്. പക്ഷേ അവരുടെ സകലമായ കോലാഹലങ്ങളെയും സാക്ഷി നിർത്തി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ കർഷകന് റബ്ബറിന് 300 രൂപ എന്നത് നിങ്ങളാരുടെയും ഔദാര്യമല്ല, അത് ഈ കർഷകന്റെ അധ്വാനത്തിന് ന്യായമായി ലഭിക്കേണ്ട പ്രതിഫലമാണ് എന്ന് അല്ലേ ഭരണകൂടങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. കർഷകന്റെ പക്ഷത്ത് നിൽക്കുന്നവന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കർഷകന് അവകാശമുണ്ട്. അതിന് നിങ്ങളാരുടെയും തീട്ടൂരം ഈ കർഷകർക്ക് ആവശ്യമില്ല എന്ന് ഇതേ വേദിയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ആലോചിക്കാതെ സംസാരിക്കുന്നവരല്ല, രാഷ്ട്രീയക്കാരെ പോലെ വിൺവാക്ക് പറയുന്നവരല്ല, ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നുള്ള സത്യം ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഈ റബ്ബറിന്റെ വില 252 രൂപ വരെയും ഉയർന്നു. എങ്ങനെയാണ് ഉയർന്നത്? ഇവിടെ കർഷകന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെറിയതായ ഒരു സഹായം ചെയ്തപ്പോൾ അത് ഉയർന്നതാണ്. അപ്രകാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ടയർ കുത്തക മുതലാളിമാര്, റബ്ബർ വ്യവസായം നിയന്ത്രിക്കുന്ന ടയർ ലോബികള് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചു. അവര് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടി നിന്നിട്ടും ഇവിടെ നിന്ന് റബ്ബർ എടുക്കാതെ ഇറക്കുമതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഫലമായി റബ്ബർ കർഷകന്റെയും വ്യാപാരികളുടെയും പക്കൽ റബ്ബർ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അതിലൂടെ ബോധപൂർവം വിലയിടിച്ചതാണ്. ഇവിടെ സർക്കാരിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ റബ്ബർ കർഷകന് 250 രൂപ വില കൊടുക്കാൻ പോകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് സർക്കാരിന് വേണ്ടത് ഈ കർഷകരോട് ആത്മാർത്ഥതയാണ്. 1000 കോടിയും 5000 കോടിയും ഇലക്ടറൽ ബോണ്ടും നിക്ഷേപിക്കാൻ കഴിവുള്ള റബ്ബറിന്റെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കർഷകനെ അടിമകളാക്കി കരുതുന്നു എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം.